saw you in the morning light. എൻ്റെ മൂത്ത മോനാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോനാണ്. ഇതുവരെ എല്ലാ കാര്യത്തിലും നല്ല പഠിത്തത്തിലും ചെറുപ്പം മുതലേ പഠിത്തത്തിലൊക്കെ ഫുൾ ക്ലാസ്സിൽ രണ്ടുപേരും ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു. ഇത് എൻജിനീയറിങ്ങിലൊക്കെ ഡിസ്റ്റിങ്ഷനോട് ഞാൻ പാസ്സായത്. എല്ലാ കാര്യത്തിലും നല്ല ജോലിയിലും വളരെ മികച്ച പെർഫോമൻസാണ് ചെയ്യുന്നത്. എല്ലാം കൊണ്ടും ഒരു ഉത്തമ പുത്രൻ. ജോമിയെ പറ്റി പറയുമ്പോൾ എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് ഇന്ന് കല്യാണമാണ്. അവൻ്റെ ഇത്രയും ദിവസം അവൻ്റെ കുടുംബത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. അവനെ പറ്റി പറയാനാണ് എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. ഞാനും അവനും കൂടി ഒരുമിച്ച് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് WWE കളിക്കും. ബെഡേ കിടന്ന് WWE അടിയോട് അടിയാ. പിന്നെ എന്നാ നമ്മളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഏതൊരു കാര്യത്തിനും ഞങ്ങൾ എപ്പോഴും യോജിപ്പുണ്ട്. ഞങ്ങളെ എപ്പോഴും അടിച്ചു പൊളിക്കും. ഞങ്ങൾ രണ്ടുപേരും ഫുഡിയാണ്, ഭക്ഷണപ്രിയന്മാരാണ്. ഞങ്ങൾക്ക് കിട്ടിയ ചേച്ചിയും ഭക്ഷണപ്രിയമായ ആളാണ്. പിന്നെ തന്നെ രണ്ടുപേരുടെ ചിമേക ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയും എനിക്ക് ഏത് സപ്പോർട്ടും എനിക്ക് ചേച്ചിയുടെ അടുത്ത് കിട്ടാറുണ്ട്. പിന്നെ രണ്ടുപേരും പെർഫെക്റ്റ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. അതാ കറക്റ്റായിട്ട് പറയേണ്ടത്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ഫോർ ജോമിൻ ആൻഡ് മേഘ ചേച്ചി. നല്ല മോളാണ്. നല്ല ദൈവഭക്തിയുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ ജോമിൻ്റെ കൂട്ട് പഠിത്തത്തിലും ഇത് ഡോക്ടറേറ്റ് പഠിത്തത്തിലും ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആണ്. എല്ലാ കാര്യത്തിലും നല്ല ഇതാണ്, ദൈവഭക്തിയുണ്ട്. നല്ലൊരു ഫ്യൂച്ചർ രണ്ടുപേർക്കും, നല്ലൊരു ഫാമിലിയാണ്. നല്ലൊരു ഫ്യൂച്ചർ രണ്ടുപേർക്കും കാണുന്നു. എനിക്ക് ഡസനിലുപരി മരുമക്കളുണ്ട്. അതിൽ ജോമിനെ പറ്റി പറയുമ്പോൾ അവൻ ചെറുപ്പത്തിൽ എന്നോടൊപ്പം കുറെ കാലം ഞങ്ങളുടെ വീട്ടിൽ നിന്നിരുന്നു. പിന്നെ ആരെയും വെറുപ്പിക്കാത്ത ഒരു മരുമോനാണ്. എല്ലാവരോടും നല്ല ഹാപ്പിയായിട്ട് എപ്പോഴും ചിരിച്ചു പോകും. ഭക്ഷണപ്രിയനാണ്. തനിയെ ഉണ്ടാക്കി കഴിക്കുകയല്ല. മേഘ അതിന് ചേരുന്നൊരു കുട്ടിയെ തന്നെ മേഘയെ ദൈവം അവന് കൊടുത്തു. അതിൽ സന്തോഷിക്കുന്നു. മേഘ നല്ലതായി കുക്ക് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ജോമിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യം മുമ്പോട്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ മേഘയും ജോമിനും കൂടെ ചേർന്ന് ആരോഗ്യ സംരക്ഷണം നടത്തട്ടെ. എന്തായാലും രണ്ടുപേർക്കും എൻ്റെ മംഗളം. ജോഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. നമ്മൾ ഭയങ്കര ലവില്ല. മമ്മിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. പിന്നെ ജോഫിനാണ് എൻ്റെ കല്യാണത്തിന് മൊത്തം അറേഞ്ച്മെൻറ്റ്സും ചെയ്തത്. അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ നന്ദി. എല്ലാവരും പറഞ്ഞു. മേഘയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി ലോയൽ, അണ്ടർസ്റ്റാൻഡബിൾ. ഞങ്ങളിപ്പോൾ കണ്ടിട്ട് 4 to 5 months ആയി. കണക്ഷൻ ഭയങ്കരമായിട്ട് സ്ട്രോങ്, റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി. And yeah, she's a good girl. If I could be honest, here in this moment, I've been so nervous to stand here with you. They're all here for us, and I feel their aura, but just for a moment pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear
choose to grow older unless it's with you. I fell in love and made you a promise, though I'd never noticed how much you meant to you. Yes, they can hear us, but they misunderstand. There is more behind these words that we have spoken. I know they see us, but only at a glance. Only you know the man that I am beyond the surface. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ വൃത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ ഇന്ന് ഈ കുടുംബത്തിന് നൽകിയ വലിയ സന്തോഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് യോജിച്ച സഖിയെ ഞാൻ അവന് നൽകുമെന്ന് അരുളി ചെയ്ത കർത്താവായ ദൈവമേ, വിവാഹമെന്ന പുതുശീലികനായി പുറപ്പെടുന്ന ഈ മകനെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയ്ക്കണമേ. ഇവർ ആരംഭിക്കുന്ന കുടുംബജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതായി തീരുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ വിവാഹത്തിൽ സംബന്ധിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായി മാറിയ യോസേപ്പേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരെ ഇവരുടെ ദാമ്പത്യ ജീവിതം മംഗളകരവും വിജയകരവുമായി തീരുവാൻ പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരനായി
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശയോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആന്തരികമാകുന്നു, അവളുടെ മേലങ്ങി ഒന്നുപതിച്ചതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവരുടെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാൽ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമളകൾ പോലെയുമായിരിക്കും. ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സജീവനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്ന സകലത്തിന്റെയും നാഥൻ സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവ്വാധിപനായ
സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളിപ്പോൾ നിരന്തരം സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായേക്കും. ശബ്ദമുയർത്തി പാടുന്നു, സർവ്വലോകമായി പാടുന്നു, സർവേശ്വരനെ വാഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരക്കനുബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കഥ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹോശവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം കർത്താവിനെ ആശീർവദിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്ന മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിന്റെ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളും അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് വസിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കുട്ടിക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാകുന്നു. Hallelujah.
ആത്മാവോടും കൂടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഏറ്റവും ദൈവമാനപ്പെട്ട പൗരണി കൊലയുടെ വികാരിയച്ച, ദൈവമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരിയച്ച, പരിശുദ്ധമായ തിരുക്രമങ്ങളിൽ നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇന്ന് വിവാഹമെന്ന കുദാശ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കുന്ന പ്രിയപ്പെട്ട ജോമിൻ, മേഘ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, മിശിഹായുടെ സഭയിൽ ഇന്നൊരു പുതിയ കുടുംബം ദൈവകൃപയിൽ രൂപം പ്രാപിക്കുകയാണല്ലോ. ഈശ്വരമിശിഹായ്ക്കായിട്ടൊരു കുടുംബം, ആ ഒരു ബോധ്യമാണ് കുടുംബത്തെ ദൈവത്തിൻ്റെതാക്കി തീർക്കുന്നത്. യോമിനും മേഘയും കുടുംബം രൂപീകരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു കുടുംബം, ഈ ഒരു ചിന്ത എപ്പോഴും നിങ്ങൾക്കായിട്ടുണ്ടാകും. നമ്മുടെ കർത്താവിനായിട്ട്, ദൈവത്തിനായിട്ട് ഞങ്ങളൊരു കുടുംബം പണിയുന്നു. അതിനായിട്ട് ദൈവം ഞങ്ങളെ അയക്കുകയാണ്. കർത്താവായ ഈശ്വരമിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബം, പരിശുദ്ധ അമ്മയും മാരിയൂസേപ്പും തിരുക്കുടുംബത്തിന്റെ ആ മാതൃകയാണല്ലോ ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ നൽകുന്നത്. രക്ഷാകര ചരിത്രത്തിലെ ആദ്യം ദൈവം വിളിക്കുന്ന അബ്രാഹത്തെയാണ്. അബ്രാഹത്തെ വിളിച്ചപ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, എന്തിനാണ് നിന്നെ ഞാൻ വിളിക്കുന്നത്? നീ വഴി എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവണം, എല്ലാ മനുഷ്യർക്കും അനുഗ്രഹമാകാൻ വേണ്ടി നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. എല്ലായ്പ്പോഴും എവിടെയാണെങ്കിലും ഈ ഒരു ബോധ്യമാണ്, ഞാൻ ദൈവത്തിന്റെ മുമ്പിലാണ്. അങ്ങനെ ഒരു ബോധ്യത്തിലാണ് തിന്മ ഒരിക്കലും നമ്മെ ഭരിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞത്, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി. ബലഹീനനായ മനുഷ്യനെ കുറവില്ലാതെ ജീവിക്കാൻ ദൈവം തന്നെയാണ്. കുറവില്ലാത്തവൻ ശക്തി തരുന്നു. ദൈവത്തോട് നിരന്തരമായിട്ട് ചേർന്ന് നിൽക്കുന്നു. മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ പറയുന്ന കാര്യമൊക്കെ ഞാൻ ചെയ്യാം,
2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. 2, വഴി പറഞ്ഞു തരണം. ഇത് രണ്ടും നീ ചെയ്തു തന്നാൽ നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യാം. മോശയ്ക്ക് നിയോഗം കൊടുത്തപ്പോൾ മോശ ദൈവത്തോട് ആവശ്യപ്പെട്ട 2 കാര്യങ്ങളാണ്. ദൈവമേ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. മുന്നോട്ട് ഉള്ള വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഈ ഒരു മനോഭാവം നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവമേ, നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വഴി പറഞ്ഞു തരണം. ദൈവം നമ്മോട് കൂടെയുണ്ട്. അതാണല്ലോ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയാണ്. നമുക്ക് അവനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ദൈവം നമ്മോട് കൂടെയാണ്, നാം അവനോടുകൂടെ ആയിരിക്കണം. അതാണ് പഴയ നിയമത്തിൽ മോശ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. പുതിയ നിയമത്തിൽ നമ്മുടെ കൂടെയുള്ള ദൈവത്തെയാണ് അനുഭവിച്ചത്. കൂടെ വസിക്കുന്നവൻ, അവനോടുകൂടെ ആയിരിക്കുക. കൂടെ ആയിരിക്കുന്നവനോടുകൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അത് നല്ല ഒരു കുടുംബമാകാനായിട്ട് കഴിയും. നമ്മളിന്ന് വായിച്ചു കേട്ട വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ പരീക്ഷയിൽ വന്ന ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, ഭാര്യയെ ഉപേക്ഷിക്കാമോ? ചോദ്യമാണ്, ഭാര്യയെ ഉപേക്ഷിക്കാമോ? അപ്പോൾ ഈശോ മറുചോദ്യം ചോദിച്ചത്, എന്താണ് മോശ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മോചനപത്രം എഴുതി ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്കായിട്ട് എഴുതിയത്. ദൈവം ആഗ്രഹിക്കുന്നത് അനാദിയിലെ വ്യക്തമാണ്. ഹൃദയ കാഠിന്യം എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയം കഠിനമാകുന്നത്? ദൈവം ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ എല്ലാ ഹൃദയം കഠിനമാണ്. ഉള്ളിൽ ദൈവം ഇല്ലെങ്കിൽ മനുഷ്യൻ കഠിന ഹൃദയനാകും. ഏത് ദുഷ്ടത പ്രവർത്തിക്കാനും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഉള്ളിൽ ദൈവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തോടൊപ്പം നമ്മെല്ലാം സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കാൻ വേണ്ടിയാണ് മനുഷ്യനായിട്ട് കർത്താവായ യേശു മിശിഹ അവതരിക്കുകയും ലോകാവസാനം വരെ അവൻ നമ്മോടൊത്ത് വസിക്കുകയും ചെയ്യും. സഭയിൽ അങ്ങനെ ദൈവത്തിന് സംപ്രീതമായ ഒരു കുടുംബമായി തീരുക. നിങ്ങൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ എവിടെയൊക്കെ ആരുമായിട്ട് ഇടപെടുന്നു അവർക്കൊക്കെ നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്ന ബോധ്യം എന്ന് പറയുന്നത് ഒരു ഈശോയുടെ ശിഷ്യന്മാരാണ്. ആദ്യമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് മറ്റുള്ള വിജാതിർ പറഞ്ഞു, ഇവര് എത്ര സ്നേഹമുള്ളവരാണ്, ഇവരെത്ര നന്മയുള്ളവരാണ്. ഇതിനെല്ലാം കാരണം ഇവർ ദൈവത്തിൽ കർത്താവായ ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്, അവന്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം സ്നേഹത്തോടെ കൂട്ടായ്മയിൽ നന്മ ചെയ്യുവാനൊക്കെ സാധിക്കുന്നത്. അതിന് ഇടയാകുന്ന ജീവിതം നയിക്കുക. തങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്നവരുമാണ്. ദുബൈയിലും അതുപോലെ ജയ്പൂരും എല്ലാം വ്യത്യസ്തമായ സ്ഥലങ്ങളും മറ്റനേകം മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടുന്ന പല മതത്തിലുള്ളവരും, അവർക്കൊക്കെ നിങ്ങളുടെ ജീവിതം കാണുമ്പം ഇവര് ഈശോയുടെ ശിഷ്യരാണ്, ഇവര് എത്ര സ്നേഹമുള്ളവരാണ്. പരസ്പരം അവർക്ക് സ്നേഹമുണ്ട്. മാതാപിതാക്കളോടും കുടുംബത്തോടും എല്ലാ മനുഷ്യരോടും ഇവർക്ക് ഇതുപോലെ സ്നേഹമുണ്ട്. അതിന് കാരണം സ്നേഹം തന്നെയായ ദൈവത്തിൽ ഇവർ വിശ്വസിക്കുക. സ്നേഹം മാത്രമായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനം വായിച്ചു കേട്ടു. ഇനി നിങ്ങൾ ഒറ്റ ശരീരമാണ്. ഈ ഒന്നാകൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്.
ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ഈ ഒന്നാകൽ. അപ്പോൾ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സായിട്ട് ചെയ്യും. ഭാര്യയുടെ ശരീരവും ഭർത്താവിന്റെ ശരീരവും ഒന്നായിട്ട് ചെയ്യും. അവിടെ ഒറ്റ ശരീരമായി തീരുക. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. സഭ എങ്ങനെ മിശിഹായ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സ്നേഹത്തിന്റെ നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് നേടാനായിട്ട് കഴിയും. രണ്ട് നല്ല കുടുംബങ്ങളിൽ നിന്നാണ് ഈ മക്കൾ ഒരുമിച്ച് ചേരുന്നത്. പൂവരണി ഈ ഇടവകയിലെ ഏഴേക്കുന്നൻ കുടുംബത്തിൽ ജോൺസൺ ജാസ്മിൻ മാതാപിതാക്കളുടെ മകനാണ് ജോമി. മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ദുബൈയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. അമ്മയുടെ വീട് ആനിക്കാട് തോണിക്കാവിൽ കുടുംബമാണ്. രണ്ട് നല്ല കുടുംബങ്ങളാണ്. ഏഴേക്കുന്നൻ കുടുംബവും തോണിക്കാവിൽ കുടുംബവും. രണ്ട് മക്കളാണ്, ജോബിനും ജോഫിനും. നല്ല ഒരു കുടുംബത്തിൽ ആയിരുന്ന ദൈവത്തിന് സംപ്രീതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിഞ്ഞ കുടുംബ പശ്ചാത്തലം. ജോബിന് എങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ എല്ലാ കാര്യങ്ങളും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. പറയാം പഠിച്ചിട്ടുണ്ട്. മാതാപിതാക്കന്മാരുടെ ജീവിതം കണ്ട് എങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്നതിനെ കുറിച്ച് നല്ല ബോധ്യങ്ങൾ കിട്ടിയില്ല. അതാണ് ഈ കുടുംബ മൂല്യങ്ങളുടെ പ്രത്യേകത. നമ്മളെല്ലാം ശ്രേഷ്ഠമായ മൂല്യങ്ങളൊക്കെ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിൽ ലഭിക്കുന്ന ബോധ്യങ്ങളാണ് മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. നല്ല ക്രിസ്തീയ മൂല്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ പഠിപ്പിച്ച് യോബിനെ അതിനെ യോഗ്യനാക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വളരെ അരൂപിയിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നല്ല അരൂപിയിൽ ദൈവത്തിന് സംപ്രീതനായിട്ട് നിൽക്കുകയാണ്. ഈ കുടുംബം വിദേശത്തായിരുന്നു. ജോൺസണും ജോമിനുമൊക്കെ വിദേശത്താണ്. അവര് നല്ല ഒരു ജീവിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നല്ല കുടുംബമാണ്, നല്ല മാതാപിതാക്കളാണ്, നല്ല മക്കളാണ്. എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. പത്തനംതിട്ട ചെന്തൈ കുടുംബത്തിൽ മോൻസി ഷൈനി മാതാപിതാക്കളുടെ മകളാണ്. ഡോക്ടർ മേഘ ജയ്പൂർ ജോലി ചെയ്യുന്നു. UN-ലെ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന നിസ്സാരമായ ആളല്ല, വളരെ പ്രാധാന്യപ്പെട്ട ആളാണ്. UN-ന്റെ ആളായിട്ടാണ്. വളരെ നല്ല കാര്യങ്ങളാണ്. ആരായാലും നമ്മൾ ദൈവത്തിൻ്റെതാണ്. നല്ല ഒരു ജീവിത മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അമ്മ വീട് കോട്ടയ്ക്കാട് കൊണ്ടാടും കുടുംബത്തിലാണ്. 3 മക്കളാണ്. കൂടാതെ സൂര്യയും പാർശ്വയും. അങ്ങനെ നല്ല ജീവിത സാഹചര്യത്തിൽ ദൈവം വളർത്തി പരിപാലിച്ചു വന്ന കുടുംബമാണ് ഡോക്ടർ മേഘയുടെയും കുടുംബം. നല്ല ജീവിത മൂല്യങ്ങളൊക്കെ ഈ മകളും പഠിച്ചിട്ടുണ്ട്. ഒരു ഭാര്യ ഇങ്ങനെയായിരിക്കണം, ഇതെല്ലാം കൃത്യമായിട്ട് കുടുംബത്തിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഞങ്ങൾക്കെല്ലാം നല്ല ചേർച്ചയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഒന്നിപ്പിച്ച് ദൈവാനുഗ്രഹം സമൃദ്ധമായി നൽകുകയാണ്. ഇത്തിരി കർമ്മങ്ങളിൽ ബഹുമാനപ്പെട്ട വികാരച്ചനും കൊച്ചനും അതുപോലെ പങ്കെടുക്കാനായിട്ട് അച്ഛന്മാർ ധാരാളം അച്ഛന്മാരോട് സന്നിഹിതരാണ്. ഫാദർ അജി മൂലപ്പറമ്പിൽ ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. മേഘയുടെ റിലേറ്റീവാണ്. ഫാദർ പ്രകാശ് തോണിക്കാവിൽ പാലക്കാട് നിർമ്മിതാത്മകമാണ്. അദ്ദേഹം ജോമിൻ്റെ അമ്മാവനാണ്. ഫാദർ രഞ്ജിത്ത് ആലുങ്കില് തിരുവല്ല രൂപതയിലെ അച്ഛനാണ്. ജോമിൻ്റെ റിലേറ്റീവാണ്. ഫാദർ ജോസഫ് കുഴിക്കാട്ട് കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ്.
ജോമിൻ്റെ അമ്മ ജാസ്മിൻ്റെ ക്ലാസ്മേറ്റ് കൂടി. ഫാദർ ഗീവർഗീസ് കിഴക്കേടത്ത് അക്കോബായ സഭ അംഗമാണ്. ഫാദർ ബെന്നി നാരകത്തിനാണ് പത്തനംതിട്ട ഉപതാംഗമാണ്. മേഖലയുടെ മുൻ വികാരിയാണ് കുടുംബത്തിൽ. ഫാദർ ജെയിംസ് ചെലുമിക്കലും പത്തനംതിട്ട യുവതാംഗമാണ്, മുൻ വികാരിയാണ്. ഈ മുൻ വികാരിയന്മാർക്ക് വലിയ ഉത്സാഹത്തോടുകൂടിയാണ് എത്തിയിരിക്കുന്നത്. ഒരാളെ UK നിന്നാണ് എത്തിയിരിക്കുന്നത്, ജെയിംസ്. കാരണം അത്ര നല്ല ഒരു അനുഭവമാണ് അവർക്ക് ഈ കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ആ ഒരു നല്ല സഭയോടുള്ള ബന്ധം, ദൈവിക കാര്യങ്ങളിലുള്ള താല്പര്യമൊക്കെ ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അച്ഛന്മാരെല്ലാം വലിയ ഉത്സാഹത്തോടെ ഇവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ എല്ലാ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. അവരുടെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് നമ്മോട് പറയുന്നത് സന്തോഷമുള്ളവരായിരിക്കണം. നിങ്ങളെ കണ്ടിട്ട് സന്തോഷമുള്ളവരായിട്ടാണ് തോന്നുന്നത്. ക്രിസ്ത്യാനികളെ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം. കാരണം നിങ്ങൾ ലോകരക്ഷകനായി ഈശ്വരവിശിയായി വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ സന്തോഷം, ഈശോയിൽ ജീവിക്കുന്നതിന്റെ സന്തോഷം എപ്പോഴും നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കാണാനിടയാവും. ലോകത്തിന് മുമ്പാകെ അത് വ്യക്തമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കുടുംബമായി ദൈവത്തിന് എന്നും സംപ്രീതരാകും. എന്നും ദൈവത്തോട് ചേർന്ന് നിന്ന് മിശിഹായുടെ സഭയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയോടും ദൈവത്തിന്റെ വചനത്തോടും സഭ നൽകുന്ന കൗദാശിക പരപ്രസാദങ്ങളോടും എല്ലാം തുറവിയുള്ളവരായി ജീവിച്ച് അങ്ങനെ ദൈവം ഞങ്ങളെ ഏൽപ്പിക്കുന്ന കുടുംബജീവിത ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരാൻ ഇടയാവട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും എന്റെ മണവാട്ടിയ സഭയ്ക്ക് വേണ്ടി സജീവം അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർവമായ ജീവിതം നയിക്കുവാൻ ദൈവജന്മാദ്യവിരുദ്ധനായ സകലരെ ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യർത്ഥനയെ പ്രതിഫലിപ്പിച്ച മിശിഹായെ, ദിവ്യസാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഈ ഭദ്രവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂടാശയുടെ ബന്ധത്തിലാകാൻ പോകുന്നു. ഈ കൂടാശയുടെ യോഗ്യതയോടെ പരികർമ്മം ചെയ്തതിന് പുരോഹിത സുരക്ഷ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തെരേസയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. തെരേസ
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പഴയ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ്, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായ സ്ലീവ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രഭാവത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം
ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും പ്രബദ്ധതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എൻ യേശു. ദാഹമോടെ ഞാനും അൾത്താരയിൽ. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എൻ യേശു. ദാഹമോടെ ഞാനും കാഴ്ചയായി നൽകാം ജീവിതം മുഴുവൻ എന്റെ പൊന്നുനാഥനെ സ്വീകരിക്കുന്നു. ആരാധന. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എൻ യേശു. ദാഹമോടെ ഞാനും അൾത്താരയിൽ. പാപവഴിയെ ഞാൻ നടന്നാലും ദൂർത്തയായി നിന്നെ മറന്നാലും സ്നേഹസ്പർശനം നൽകി എന്നെ സ്വർഗരാജ്യം കാട്ടിടും. സ്നേഹസ്പർശനം നൽകി എന്നെ സ്വർഗരാജ്യം കാട്ടിടും. എന്റെ സ്നേഹനാഥനീശോയേ, ഞാൻ നിന്റെ സ്വന്തമായിടട്ടെ. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എൻ യേശു. ദാഹമോടെ ഞാനും അൾത്താരയിൽ. കാഴ്ചയായി നൽകാം ജീവിതം മുഴുവൻ എന്റെ പൊന്നുനാഥനെ സ്വീകരിക്കുന്നു. ആരാധന. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഏകത്വത്തിനെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
പരിശുദ്ധൻ സുഖസ്നാനങ്ങളാകെ അങ്ങയുടെ മുഖത്താൽ സുഖഭൂമിയിൽ നിന്നിരിക്കുന്നു. മനുഷ്യർ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സുഖസ്നാനങ്ങളാകെ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപത്തിൽ വീഴാതെയാകരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്നാനങ്ങളാകെ അങ്ങയുടെ മഹത്വത്താൽ സുഖവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമുള്ളവരെ അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. എപ്പോഴും എല്ലാ സമയവും എന്നേക്കും. Thought I'd seen it all till I saw you. London in the fall in Paris too. And I've climbed hills to castles in the snow. But you I can't let go. Thought I'd found everything till I found you. But I was
ആൻഡ് ഡോക്ടർ മേഘ മോൻസി രണ്ടുപേരും ഈ സ്റ്റേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ നമ്മുടെ സ്നേഹവും ബ്ലെസ്സിങ്സും ഒക്കെ നല്ലൊരു കൈയടികളോട് എക്സ്പ്രസ് ചെയ്യാം. നല്ലൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ബ്രൈഡ് ആൻഡ് ഗ്രൂം തന്നെയാണ്. സോ ഇവരെ കുറിച്ചൊരു ക്യൂട്ട് ബയോ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂം ജോമിൻ ജോൺസൺ, ഹീസ് എ ലീഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ ഇൻ അജ്മാൻ UAE. അതോടൊപ്പം തന്നെ ബ്രൈഡ് ഡോക്ടർ മേഘ മോൻസി, ഷീസ് എ പ്രൊഫസർ അറ്റ് മീൻസ് യൂണിവേഴ്സിറ്റി ജയ്പൂർ. സോ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ കുറിച്ചുള്ള ഒരു ക്യൂട്ട് ബയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പേഴ്സൺസിൻ്റെ പ്രസൻസ് സ്റ്റേജിൽ വേണം. ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. സോ ഫസ്റ്റ്ലി നമ്മൾ ജോമിയുടെ സൈഡിൽ നിന്നുള്ള ഫാമിലിനെയാണ് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് ഏഴേക്കുള്ളിൽ ഫാമിലി. സോ ഈ ഒക്കേഷനിൽ സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഫാദർ മിസ്റ്റർ ജോൺസൺ ജോസഫ് ആൻഡ് മദർ മിസസ് ജാസ്മിൻ ജോൺസൺ. ഇരുവരെയും വളരെ സ്നേഹപൂർവ്വം നല്ലൊരു കൈയ്യടി കൊടുത്ത് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫോർമൽ ടോക്കിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഫാദർ വർക്ക് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി ആയിട്ടാണ്. കഴിഞ്ഞ 20 years ആയിട്ട് അജ്മാനിലാണ് വർക്ക് ചെയ്യുന്നത്. ടെക്ടോൺ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ജോമിനും ഫാദറും ഒരേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമ്മ ജാസ്മിൻ ജോൺസൺ നല്ലൊരു അടിപൊളി ഹോം മേക്കറാണ്. അതോടൊപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നത് സിബ്ലിങ്സിനെ തന്നെയാണ്. സോ ഈ ഒരു സൈഡിൽ ബ്രദറാണുള്ളത് ജോഫിൻ ജോൺസൺ. സോ ജോഫിൻ ഒരു സ്പെഷ്യൽ ക്ലാപ്പ് കൂടി തന്നെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സിബിലിനും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ജോഫിൻ ACCA ഫൈനലിസ്റ്റ് ആണ്. സോ ജോബിന്റെ ഈ ഒരു സൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ബ്രൈഡിന്റെ ഈ ഒരു സൈഡ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള മറ്റൊരു ഫാമിലിയാണ് ജെൻഡിയുടെ ഫാമിലി. സോ ഫസ്റ്റ്ലി ഇൻവൈറ്റിംഗ് ഫാദർ മിസ്റ്റർ മോൻസി ജോർജ് ആൻഡ് മദർ മിസസ് ഷൈനി മോൻസി. ഇരുവരെയും വളരെ സ്നേഹപൂർവ്വം നല്ലൊരു കൈയ്യടി കൊടുത്ത് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ എഞ്ചിനീയറാണ്. വർക്ക് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഫീൽഡിലാണ്. വർക്കിംഗ് ഇൻ സെൻട്രൽ ആഫ്രിക്ക. അതോടൊപ്പം തന്നെ അമ്മ നല്ലൊരു അടിപൊളി ഹോം മേക്കറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേരെ കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. സോ ഇവിടെ 2 സിബ്ലിങ്സ് ആണുള്ളത്. ഈ ഒരു ഒക്കേഷനിൽ വളരെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സിസ്റ്റർ ഹോഷോ മോൻസി, അതോടൊപ്പം തന്നെ ബ്രദർ സൂര്യ മോൻസി. രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ ക്ലാപ്പ് കൊടുത്ത് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു സൈഡിലും സിബ്ലിങ്സ് എത്തിയിട്ടുണ്ട്. ഹോഷോ വർക്ക് ചെയ്യുന്നത് ഗോൾഡ്മാൻ സാൾസ് ആണ് ഇൻ ബാംഗ്ലൂരു. ആൻഡ് സൂര്യ 11th grade സ്റ്റുഡൻ്റ് ആണ്. സ്റ്റഡിങ് ഇൻ KEM സ്കൂൾ മാന്നാനം. സോ സൂര്യ നമ്മുടെ ഫാമിലിയുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മെമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോൾ ഫാമിലി ടീം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ക്ലിക്കിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സോ ഈ ലൊക്കേഷനിൽ എത്തിച്ചേർന്നിട്ടുള്ള വൈദിക ശേഷന്മാരെ വളരെ ബഹുമാനപൂർവ്വം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. തുടർന്നുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ ലൊക്കേഷനിൽ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളോട് ബഹുമാനപ്പെട്ട ജെയിംസ് എഴുന്നേൽപ്പിച്ചൻ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. രഞ്ജിത്ത് ചെയ്യുന്ന വാക്ക് ആശംസ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവാരാധനായ ദൈവതമ്പുരാനെ, അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഈ മംഗളമുഹൂർത്തത്തെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധമായ ആലയത്തിൽ വെച്ച് ഈ പ്രിയപ്പെട്ട മക്കളെ നീ തന്നെ ആശീർവദിച്ച് നിന്റെ ശരീരവും രക്തവും അനുഭവിച്ച് നിന്റെ ശരീരത്തിൻ്റെ ഭാഗമായി
നിന്റെ രക്തമാക്കി രൂപാന്തരീകരിച്ച് അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഈ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചു ചേർക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മംഗളകരമായ മുഹൂർത്തത്തിന് സാക്ഷികളാകുവാൻ കടന്നു വന്നിരിക്കുന്നതായ ഓരോ മക്കളെയും, ഈ മക്കളെ ഈ പരിശുദ്ധമായ ഉദാസീനയും ഒരുക്കിയതായ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇവരുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും നീ കരം നീട്ടി ആശീർവദിക്കണമേ. ആയുസിന്റെ അവസാനം വരെയും എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് ഇവർ പരസ്പരം സന്തോഷം സാന്നിധ്യക്കുവാനും ഓരോ ദിവസത്തിലും കഴിയുന്തോറും കാനായിലെ കല്യാണ വിരുന്നിൽ ഏറ്റവും ലഹരിയുള്ളതായി വീഞ്ഞ് അവസാനത്തിൽ കൊടുത്തതുപോലെ അവസാന മണിക്കൂർ വരെയും ഇവരുടെ സ്നേഹം വർദ്ധിച്ചു വരുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഭക്ഷ്യപദാർത്ഥങ്ങളെയും നിന്റെ തൃക്കരങ്ങൾ വേണ്ടി ആസ്വദിക്കുകയും ചെയ്യണമേ. ഇത് ഞങ്ങളുടെ സാഹോദര്യത്തിന് കൂടുതൽ മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യണമേ. പിതാവുമക്കളും പരിശുദ്ധാത്മാവ് സർവീസ് എന്നേക്കും. നവദമ്പതിമാരെ ആശംസിച്ചുകൊണ്ട് ഇവർ പ്രിയപ്പെട്ട രഞ്ജിത്ത് അച്ഛൻ രണ്ട് വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നവദമ്പതികളായ ജോബിൻ, മേഘ, ആദ്യമായി തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് മക്കൾക്കും എല്ലാ ആശംസകളും അനുമോദനങ്ങളും വളരെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കൂദാശയിലൂടെ ഇവരെ വളരെ പ്രത്യേകമായിട്ട് ആശീർവദിച്ച് ഈ ഒരു സന്തോഷ കൂട്ടായ്മയിൽ നമ്മൾ പങ്കുചേരുകയാണ്. ജോബിനും മേഖലയും നമുക്കറിയാം, നീണ്ട ഒരു യാത്രയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് ഈ വിവാഹത്തിലൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഇത്രയേറെ നന്മകൾ ഉണ്ടാവട്ടെ, ഇത്രയേറെ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ, ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇവരുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ വളരെ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ വൈദിക ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ ഞാൻ ഡൽഹിയിലെ മയൂർ വിഹാറിലായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു പയ്യനായിരുന്ന ജോബിൻ വളർന്ന വലുതായി ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ നൽകിയ വലിയ കരുതലും പിന്തുണയും ഇരു കുടുംബങ്ങളെയും ഈ ഒരു വലിയ സന്തോഷ അവസരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. സ്വർഗം സന്തോഷിക്കുന്നു. ഭൂമിയിൽ പുതിയൊരു കുടുംബം പിറവിയെടുത്തതിൽ ഇവരുടെ യാത്ര ഏറെ അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തിന്റെ എല്ലാ കൃപകളും ഇവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് എല്ലാവരുടെ പേരിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. രണ്ട് വാക്ക് പറഞ്ഞ ആശംസിക്കാതെ പ്രിയപ്പെട്ട അജീച്ചൻ. എല്ലാവരും പ്രശ്നത്തിൽ തിരക്കിലായത് കേൾക്കും തോന്നില്ല, എങ്കിലും നിങ്ങൾക്കാണ് ഈ ആശംസ. 3 to get married എന്ന് പറയുന്ന ഫ്രിട്ടൻ ജെസ്സിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് വിവാഹത്തിന് 2 പേരല്ല 3 പേരാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഈശോ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഈശോ നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സമൃദ്ധവും ഉത്സവമായി തീരും. എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ എല്ലാവരുടെ ആശംസകളും പ്രാർത്ഥനകളും ഈശോ നഷ്ടപ്പെടാതെ നോക്കുക. ദൈവം അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ട വൈദികർക്ക് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും എല്ലാം നേതൃത്വം വഹിക്കുന്നവരുടെ വന്നു ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള സ്വാഗതവും അതോടൊപ്പം നന്ദിയും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഇവിടെ വന്നിരുന്ന എല്ലാ ഗസ്റ്റിനും ഞങ്ങളെല്ലാവരിലും നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് ജോബിനും മേഖലയ്ക്കും നല്ല ജീവിതവും ദൈവം കൂടെ ഇരിക്കട്ടെ എന്നുള്ള ആശംസകളും സ്നേഹത്തോടുകൂടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാവുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രസൻസിൽ തന്നെ നാമ്പിൽ ലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷനിൽ മിസ്റ്റർ ജോൺസി ആൻഡ് ജിഞ്ചു രണ്ടുപേരെയും ഈ ലൊക്കേഷനിൽ വളരെ സന്തോഷപൂർവ്വം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. മൈൻഡ് ടോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് രണ്ടുപേരെയും വളരെ ബഹുമാനപൂർവ്വം തന്നെ ഈ ലൊക്കേഷനിൽ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side. പ്രിയപ്പെട്ട രാജകുമാരാണ് പള്ളിയൂർ ബിജെപിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ വിജയൻ മാസ്റ്റർ, എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നതിന് അവർ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. Down every road I find, I walk with you in darkest nights. Leave everything I know behind. Do anything to be by your side. Always 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 be by your side. Every breath holds a moment, everyone a chance to take. You can see it if you close your eyes. We already know the way. Forever you and me, running wild and free, chasing down the sun. Oh, we've just begun.
and you said it, and your face can say it all, so I know you meant it.